ഉദ്യോഗസ്ഥർക്കെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച കേസിൽ അനീഷ് ബാബുവിന് തിരിച്ചടി. കള്ളപ്പണക്കേസിൽ അനീഷ് ബാബുവിന് മുൻകൂർ ജാമ്യമില്ല. അനീഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്ന് ഹൈക്കോടതി. മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിവരങ്ങൾ നൽകാൻ രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. രേഷ്മയിലേക്കാണ്. രേഷ്മ, അനീഷ് ബാബുവിനൊരു തിരിച്ചടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും. മുൻകൂർ ജാമ്യമില്ല എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതുതായി വരുന്നത്, അല്ലേ? അതെ നിഖിൽ, ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച വ്യവസായിയാണ് അനീഷ് ബാബു. അനീഷ് ബാബുവിനെതിരെ നേരത്തെ കശുവണ്ടി ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു കള്ളപ്പണ ഇടപാട് കേസ് ഇ.ഡി. അന്വേഷിക്കുന്നുണ്ടായിരുന്നു. 25 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് കേസാണ്. ഈ കേസിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അനീഷ് ബാബു ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അനീഷ് ബാബുവിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ചില കണ്ടെത്തലുകളും വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ തന്നെ അനീഷ് ബാബു കള്ളപ്പണം വെളുപ്പിച്ചു എന്നതിന് തക്ക തെളിവുകൾ വ്യക്തമായിട്ട് ഉണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ ഒന്നാമത്തെ പരാമർശം. അത് മാത്രവുമല്ല, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മുൻകൂർ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അനീഷ് ബാബു സാക്ഷികളെ അടക്കം സ്വാധീനിക്കാൻ സാഹചര്യമുണ്ട്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ASG ഈ ഒരു വാദം എന്നുള്ള രീതിയിൽ ഇക്കാര്യം ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ASGയുടെ, അതായത് EDയുടെ വാദങ്ങൾ അംഗീകരിച്ച് മുൻകൂർ ജാമ്യം അനുവദിക്കാനാകില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുകയായിരുന്നു. 25 കോടി രൂപയുടെ വലിയ തുകയുടെ കള്ളപ്പണ ഇടപാടാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം അനിവാര്യമാണെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ED ഹൈക്കോടതി അറിയിച്ചത് പലതവണ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച സമയത്തൊന്നും തന്നെ സഹകരിക്കുന്ന രീതിയിലുള്ള ഒരു മനോഭാവമോ സമീപനമോ അല്ല അനീഷ് ബാബുവിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, വിശദമായിട്ട് തന്നെ ഈ വിഷയത്തിൽ, ഈ കേസിൽ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അന്വേഷണം തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ, നിർണായക ഘട്ടത്തിൽ അനീഷ് ബാബുവിന് മുൻകൂർ ജാമ്യം നൽകുന്നത് അത് തെറ്റായ നടപടിയായിരിക്കുമെന്നുള്ളതായിരുന്നു EDയുടെ വാദം. EDയുടെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അനീഷ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ അനീഷ് ബാബുവിനെതിരെ തെളിവുകൾ ഉണ്ടെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിഖിൽ.